അത് മഴക്കാലത്ത് എങ്ങനെ കൊടുക്കണം? സാധാരണ കൊടുക്കുന്ന പോലെയാണോ? മഴക്കാലത്ത് സ്പ്രൗട്ട് കൊടുക്കാൻ പറ്റൂലേ? 4 മണിക്കൂർ അല്ലെ 5 മണിക്കൂർ അത്ര വെള്ളത്തിലിട്ട് വെക്കുള്ളൂ. അതിന് പലതരം സൂക്കേടുകൾ വരാനും ഏറ്റവും വലിയൊരു കാരണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ബേഡ്സ് ടെക്കി. എൻ്റെ പേര് വിശാഖ്. അപ്പം ഇന്നത്തെ വീഡിയോ മറ്റൊന്നല്ല കേട്ടോ. മഴക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ? എല്ലായിടത്തും മഴക്കാലമാണ്, നല്ല മഴക്കാലമാണ്. അടഞ്ഞ മഴക്കാലം, ഇവിടെ അടഞ്ഞ മഴക്കാലമായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷികളെ നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെയല്ല ഫുഡ് കൊടുക്കണമെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ചില മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന് മുമ്പ് ഒരു സംശയമാണ്, ഇപ്പോൾ എല്ലാവർക്കും സംശയമാണ്, സ്പ്രൗട്ടഡ് കൊടുക്കാൻ പാടില്ലേ? സ്പ്രൗട്ടഡ് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, മുളപ്പിച്ചത്. അപ്പം അതിനെ പറ്റി ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പോൾ മറക്കാതെ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, മഴക്കാലത്ത് സ്പ്രൗട്ടഡ് കൊടുക്കാൻ പറ്റൂലേ? അപ്പോൾ ഞാനിപ്പോൾ ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഞാൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഒരു 4 മണിക്കൂർ അല്ലെ 5 മണിക്കൂർ അത്ര വെള്ളത്തിലിട്ട് വെക്കുള്ളൂ. അതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുക, അവർക്ക് ഫീഡ് ചെയ്യാറ്. അത് പുതിർത്തിട്ട്, അതായത് ഞാൻ മുളപ്പിക്കാറില്ല. പലരും മുളപ്പിച്ചിട്ടാണ് കൊടുക്കാറ്, അതാണ് നല്ലത്. പലരും മുളപ്പിച്ചിട്ടാണ് കൊടുക്കുക, ഞാൻ മുളപ്പിക്കാറില്ല. ഞാൻ പുതിർത്തിട്ടാണ് കൊടുക്കാറ്. പിന്നെ അത് മഴക്കാലത്ത് എങ്ങനെ കൊടുക്കണം? സാധാരണ കൊടുക്കുന്ന പോലെയാണോ? നമ്മൾ മറ്റുള്ള ഫുഡുകൾ വേനൽക്കാലത്ത് കൊടുക്കുന്ന ഒരു കാരണവശാലും നമ്മൾ സ്പ്രൗട്ടഡ് ഒന്നും മഴക്കാലത്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ എന്ന് വെച്ചാൽ ഫംഗൽ എന്ന സംഭവം ഭയങ്കര വിഷയമാണ്. പെട്ടെന്ന് ബേഡ്സിന് പിടിപെടാനും ലൂസ് മോഷൻസ് വരാനും അത് മുഖാന്തരം പലതരം സൂക്കേടുകൾ വരാനും ഏറ്റവും വലിയൊരു കാരണമാണ് ഈ ഫംഗൽ എന്ന സംഭവം. അത് ഏറ്റവും കണ്ടുവരുന്നത് മഴക്കാലത്താണ്. വേനൽക്കാലത്ത് നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത് ഡീഹൈഡ്രേഷൻ ആണ്. എന്നാൽ മഴക്കാലത്ത് അങ്ങനെ, മഴക്കാലത്ത് പലതരം സൂക്കേടാണ്. കാരണം ഒന്നാമത് ഫീമെയിൽ പഫി ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് മഴയുടെ തണുപ്പുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വല്ല ഫംഗൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ വന്നിട്ടുണ്ടാവും, നമ്മളത് അറിയൂല. അവസാനം ഡെഡ് ആകുന്ന സമയത്താണ് നമ്മൾ അറിയുക. അപ്പോൾ ഈ ഒരു കേസായിട്ട് മറക്കാതെ സൂക്ഷിക്കുക. അപ്പം എനിക്ക് ഇൻസ്റ്റയിൽ വന്ന റെഗുലർ ക്വസ്റ്റ്യൻസിന്റെ ബേസാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ എഗ് ഫുഡും അതേപോലെ തന്നെയാണ്. ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ അതിന് മേലോട്ട് വെക്കണ്ട, അതിന് മേലോട്ട് വെക്കേ വേണ്ട. പിന്നെ രാവിലെ തന്നെ എടുത്ത് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ കൊടുക്കാറെന്ന് വെച്ചാൽ രാവിലെ സീഡ് മിക്സും ഒരു ഇളം ചൂടുവെള്ളമാണ് ഞാൻ കൊടുക്കാറ്. ഉച്ചയ്ക്കാണ് ഞാൻ സ്പ്രൗട്ട് കൊടുക്കാറ്. കാരണം എന്താ വെച്ചാൽ രാവിലെ തന്നെ അവർക്കത് കൊടുത്താൽ ചിലപ്പോൾ വയറിന് ദഹിക്കണം എന്നില്ല, പലതരം വിഷയങ്ങൾ ഉണ്ടാവാം. അപ്പൊ നമ്മളാണെങ്കിൽ അതേപോലെ തന്നെ രാവിലെ നല്ല തണുത്ത സമയത്ത് തണുത്ത് കുടിക്കാൻ ആഗ്രഹിക്കില്ല, നമ്മൾ ഒരു ഇതും ചൂടുള്ള എന്തെങ്കിലും അല്ലേ കഴിക്കാൻ ആഗ്രഹിക്കുക. അതുപോലെ തന്നെയാണ് പക്ഷികളെ കേസിനും. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കാം. മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് റെഗുലറായി വന്ന ക്വസ്റ്റ്യൻ്റെ ബേസിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് പേർക്ക് ഉപകാരപ്രദമായി വിചാരിക്കുന്നു. ഇനി അതിലുപരി നിങ്ങൾക്ക് വല്ല സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാനാണ് കേട്ടോ. എനിക്ക് വരുന്ന എല്ലാ മെസ്സേജിനും റിപ്ലൈ കൊടുക്കാറുണ്ട്. അടുത്ത വീഡിയോ കാണുന്നവരെ ചിരിതം ബൈ. അതിന് നമ്മുടെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ചിരിതം ബൈ.